ബഹുമാനപ്പെട്ട ഡയറക്ടർ സെബാസ്റ്റ്യൻ അച്ഛ, സ്നേഹമുള്ള പ്രമോട്ടർ അലക്സാണ്ടർ സാർ, ബൈജു സാർ, ടീച്ചർ, സ്നേഹമുള്ള മതാധ്യാപകരെ, ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം വിശ്വാസ കൈമാറ്റത്തിൽ നേരിടുന്ന സാധ്യതകളും പ്രതിസന്ധികളുമാണ്. ആ വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് സാധ്യതകളേറെക്കാൾ പ്രതിസന്ധികളാണ്. ശാസ്ത്രപരമായി ഒത്തിരി പുരോഗമനത്തിലാണ്, എന്നാൽ അടിയുറച്ച വിശ്വാസം കുറവാണ്. കൈവിരലിൽ എണ്ണാം എന്ന അത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യ വിശ്വാസം ഉടലെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അവൻ്റെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ കുരിശ് വരപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥന ചൊല്ലിപ്പിക്കുമ്പോഴും വളർന്നു വരുമ്പോൾ ഓരോ വ്യക്തിയും കുഞ്ഞുങ്ങളും മനസ്സിലാക്കുന്ന സാധ്യതകൾ എന്ന് പറയുന്നത്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ എനിക്കൊരു ദൈവമുണ്ട്. ഈ വിശ്വാസമാണ് ഓരോരുത്തരിലും നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കേൾക്കുന്നത് ആത്മഹത്യകൾ പെരുകി വരികയാണ്. ഈ വിശ്വാസം ഓരോ വ്യക്തിയിലും അതിൻ്റെതായ സാധ്യതയിൽ കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ആത്മഹത്യകളും മറ്റും ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് എനിക്ക് പറയാൻ ഒരു ദൈവമുണ്ട് എന്ന സത്യം ഓരോ മനുഷ്യനും തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. ഒത്തിരിയേറെ വിശ്വാസം പഴയ തലമുറയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും കുറേ പേരെങ്കിലും വിശ്വാസത്തിൽ അടിയുറച്ചിരിക്കുന്നത്. ഇന്ന് കുഞ്ഞുമക്കൾ മൊബൈലിൻ്റെയൊക്കെ ലോകത്താണ്. അവരുടെ ഹീറോയാകുന്നത് അതിലുള്ള കഥാപാത്രങ്ങളാണ്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ പണ്ട് ജീസസ് സിനിമയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹീറോയായി മാറുന്നത് ജീസസ് ആയിരുന്നു. മാതാപിതാക്കന്മാർ തിരക്ക് പിടിച്ച ലോകത്ത് കൂട്ടുകുടുംബങ്ങളായിരുന്നു പണ്ട്. പരസ്പരം സ്നേഹം, സമാധാനം എല്ലാം പങ്കിട്ട് വന്നിരുന്ന കാലഘട്ടം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മാതാപിതാക്കന്മാർ മാത്രമായപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് പറയാനും കേൾക്കാനും ആരുമില്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധ്യതകൾ ഒത്തിരി ഉണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ മതാധ്യാപകർക്ക് വരുമ്പോൾ ആ 1 മണിക്കൂർ കിട്ടുന്ന അതും നമുക്ക് വലിയ സാധ്യതകളാണ്. അത് വേണ്ട വിധത്തിൽ ഇന്നത്തെ കാലഘട്ടത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ട്, അവരുടെ സങ്കടങ്ങൾ കേട്ട്, ഈശോയെ, അവരുടെ ദൈവത്തെ, വിശ്വാസത്തെ അതിൻ്റെതായ മൂല്യത്തോടുകൂടെ അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ സാധ്യതയാണ് മാതാപിതാക്കന്മാർ. എത്ര തിരക്കാണെങ്കിൽ പോലെയും പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മൾക്ക് തന്ന ആ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എല്ലാ മൂല്യത്തോടും കൂടെ കൊടുക്കണം. കാരണം ഭയങ്കര വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾ അവർക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റൊരു ലോകത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നത്, പൂങ്കാവളി പോയപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ എനിക്കറിയാവുന്നതാണ്. ആ കുഞ്ഞ് ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു. അപ്പോൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവൻ എന്നോട് ചോദിച്ചു. ഒരു മതാധ്യാപകത എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരുടെ മാതാപിതാക്കന്മാർ ആവശ്യത്തിനേറെ ദൈവവിശ്വാസമുള്ളവരായിരുന്നു. അപ്പോൾ അവനെ എന്തിനാണ് പ്രാർത്ഥിക്കണത്? അപ്പോൾ അവൻ്റെ വിശ്വാസം അവരിൽ കൊടുക്കാൻ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് കിട്ടുന്ന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. പ്രതിസന്ധികൾ ഒത്തിരിയേറെ ഉണ്ട്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുകയാണ് പുറം ലോകം. നമ്മുടെ തിന്മയിലേക്കും അന്ധകാര ശക്തിയുടെ ആധിപത്യത്തിലേക്കും തള്ളിയിടാനായിട്ട് പല വേഷത്തിലും പല മുഖങ്ങളിലും ഇന്ന് ലോകം അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാധ്യതകളെ, പ്രതിസന്ധികൾ എന്ന വെല്ലുവിളികളെ മറികടന്ന് മാതാപിതാക്കന്മാർക്കും മതാധ്യാപകർക്കും സഹോദരങ്ങൾക്കും ഇന്നത്തെ തലമുറയിൽ അതിന്റെ വിശ്വാസത്തിലേക്ക്, അടിയുറച്ച വിശ്വാസത്തിലേക്ക് തന്നെ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇങ്ങനൊരവസരത്തിൽ ദൈവത്തിനും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.